ഹായ്, ഇന്ന് ഇടിയപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാന്നാണ് ഇന്ന് നോക്കുന്നത്. കാരണം നമുക്കിത് തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, കുറച്ച് ബലം വേണമല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട്, അതായത് മരപ്പലക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം, ചെറിയ ഒരു ഐറ്റം നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ അത് ആദ്യം 2 പലകയുടെ പീസ് എടുക്കുന്നുണ്ട്. നമ്മൾ 16x18 ഇതിൻ്റെ വീതിയും നീളവും. പിന്നെ നമ്മൾ എടുക്കുന്നത് 30 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ ഒരു കനമുള്ള പട്ടികയുടെ പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പട്ടികയുടെ പീസിൻ്റെതായി ഈ സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പലകയുടെ കനം വരുന്ന അതേ അളവിൽ. അപ്പോൾ അതാ പട്ടികയുടെ സൈഡ് ഭാഗം നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേ രീതിയിൽ വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗമ്മ് കൊടുത്ത്, ഫെവിക്കോൾ കൊടുത്ത്, ആണിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ഇത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ആണി കൊടുക്കുമ്പോൾ വുഡ് ചീന്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നെയ്സ് ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോള് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ആണി കൊടുത്ത് ഇത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗവും നമ്മൾ നന്നായിട്ട് നല്ല ബലത്തോട് കൂടിയിട്ട് 3 ആണി വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ നല്ല ബലത്തോടെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ല് ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡ് ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വുഡിൻ്റെ പൊടിയും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ 3 പീസുകൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് പലകയുടെ പീസ് ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 പലകയുടെ പീസുകൾ നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്ത്, അതായത് ആ ഗ്യാപ്പ് വരുന്ന നടുഭാഗത്ത് നമ്മൾ നമ്മുടെ ഇടിയൂന്നി, അതായത് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ച് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളൊന്ന് അത് വരഞ്ഞ് അതിൻ്റെ ആ റൗണ്ടൊന്ന് നമ്മൾ വരഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ആ 2 പീസ് പലകയും നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് താൽക്കാലികമായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നീട് നമുക്ക് ഇത് വിടർത്തിയെടുക്കണം. അപ്പോൾ അത് ഹോള് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തത്. ഇനി നമുക്കിത് ഹോള് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഹോള് നമ്മൾ തയ്യാറാക്കി. അതിനുശേഷം നമ്മൾ ആ പലക താൽക്കാലികമായിട്ട് നമ്മൾ യോജിപ്പിച്ച പലക നമ്മൾ വിടർത്തി എടുത്തിട്ടുണ്ട്. 2 പീസ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി 2 പീസുകൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ നടുഭാഗത്ത് വരുന്ന ഭാഗം, അതായത് യോജിച്ച് നിൽക്കുന്ന ഭാഗം നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സൈഡ് നമ്മൾ ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പീസ് നമ്മൾ ഒരു ഭാഗത്ത് ആദ്യം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആണിയും ഗമ്മൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പീസ് നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 2ാമത്തെ പീസ് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തതാ ഈ പീസിൻ്റെ ഈ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് മരപ്പൊടിയും കൊടുത്ത് നന്നായിട്ടൊന്ന് ബലപ്പെടുത്തി നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം.
ഇനി നമുക്ക് ഈ രണ്ടാമത്തെ പീസ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വിജാഗിരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 വിജാഗിരി, അതായത് 3 ഇഞ്ചിൻ്റെ 2 വിജാഗിരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലായിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന രീതിയിലാണ് നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അതെ, ഈ രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തെടുത്തത്. നമുക്കിത് മുകളിലേക്ക് പൊക്കാനും അതേപോലെ തന്നെ നമുക്ക് അടയ്ക്കാനും കഴിയും. ഇനി നമ്മളിത് ഈ റൗണ്ട് ഭാഗത്ത് നിന്നും കട്ട് ചെയ്തെടുത്ത നേരത്തെ ആ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് വിജാഗിരി വെച്ച പീസിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതേപോലെ അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതേപോലെ 2 ചെറിയ പീസ് മരത്തിൻ്റെ കട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉൾഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നെട്ടും ബോൾട്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നെട്ടും ബോൾട്ടും നമുക്ക് അതിനുള്ളിലൂടെ വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ അത് 2 ഭാഗത്തായിട്ട് 2 പീസ് മരത്തിൻ്റെ കട്ടകൾ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആ വോൾട്ട് നമുക്ക് ഇതേപോലെ അയക്കാനും അതേപോലെ തന്നെ ഇടാനൊക്കെ നമുക്ക് കഴിയും. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ മരത്തിൻ്റെ കട്ട എടുത്തിട്ടുണ്ട്, ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ഹോള് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ആ നെറ്റ്, അതായത് നമ്മുടെ ആ വോൾട്ടിൻ്റെ നെറ്റ് നമ്മളത് അതിനുള്ളിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഹോളിനുള്ളിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മരപ്പിടിയും ഗമ്മും കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ നെട്ടും വോൾട്ടും നമുക്ക് ആ വോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അയക്കാനും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഐറ്റത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നെട്ടും ബോൾട്ടും അയച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിയൂന്നി, അതായത് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ നമുക്ക് ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇടിയപ്പം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ നൂലപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നൂലപ്പം എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. മതി നല്ല സുഖമുണ്ടല്ലേ.
അപ്പോൾ അത് നമ്മുടെ ഇടിയപ്പം മെഷീൻ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്കിനി ഇടിയപ്പം ചുട്ടെടുക്കാൻ കഴിയും. ഇത് നമുക്ക് അടുക്കളയിലോ നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ടേബിളിലൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി നമുക്ക് ഇതേപോലെ ഇടിയപ്പം ചുട്ടെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ ഇടിയപ്പം മെഷീൻ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.